ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചുരിദാറിൻ്റെ ലെഫ്റ്റ് ഓവർ ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മുടെ ചുരിദാർ മെറ്റീരിയൽ കുറച്ച് തിക്നെസ് കൂടിയ ടൈപ്പ് മെറ്റീരിയലാണ് എടുക്കേണ്ടത്. ഇതൊരു ബ്ലാക്ക് ചുരിദാറിൻ്റെ മെറ്റീരിയലാണ്. ഫ്രണ്ട് പാർട്ടിൽ വർക്ക് ഉള്ളതാണ്, ബാക്ക് പാർട്ടിൽ പ്ലെയിൻ ആണ്. അത്യാവശ്യം നല്ല തിക്കായതാണ്, പക്ഷേ ഞാനിങ്ങനെ ഇഴ വലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്കും കൂടി തരാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു കമൻറ്റും കൂടി ഇടാൻ പ്രത്യേകം അറിയിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ എടുത്തിരിക്കുന്ന അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര അധികം ഞാൻ സ്പെഷ്യലായിട്ട് അങ്ങനെ അധികം അങ്ങനെ അളവൊന്നും നോക്കിയിട്ടൊന്നല്ല എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കാര്യം പറയാം. അതായത് ഇതുപോലെ ഒരു വാച്ചിൻ്റെ സ്ട്രാപ്പ് പൊട്ടിയതുണ്ട്. അപ്പോൾ നമ്മളത് ഇത് വർക്കിംഗ് ആണ്. അത് വർക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അപ്പോൾ അത് നമുക്ക് റീയൂസ് ചെയ്യാമെന്ന്. അപ്പോൾ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. സ്ട്രാപ്പ് മാത്രം പൊട്ടിയപ്പോൾ സ്ട്രാപ്പ് മാത്രം പൊട്ടിയതിന് ഇനിയിപ്പോൾ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് നമ്മൾ പോക്ക് വരവൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പൈസയൊക്കെ നമുക്ക് ഒരു വാച്ച് മേടിക്കുന്ന പൈസയൊക്കെ നമുക്ക് നമ്മൾ ചിലവ് വരും. അപ്പോൾ അത് കാരണം വേണ്ട, അത് നന്നാക്കാൻ കൊടുത്ത് ചിലപ്പോൾ അടുത്ത ദിവസം വരാൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ അത് കാരണം വിചാരിച്ചു നമ്മൾ എന്തായാലും ഒരു ഇത് വെച്ചിട്ട് നമുക്കൊരു റീയൂസ് ഐഡിയ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതിങ്ങനെ ഒരു ടൂൾ വെച്ചിട്ടാണ്. ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും, അതിനനുസരിച്ചായിരിക്കും ചെയ്യേണ്ടത്. ഇതിൽ ഈ ഒരു രീതിക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു ഇതെന്ന് പറഞ്ഞത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഒരു അളവിലുള്ള ഒരു അലാസ്റ്റിക്കാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതേപോലത്തെ ഒരു അലാസ്റ്റിക്കാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് സാധാരണ രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ മിനിമം ഒരു 2.5 ഇഞ്ച് ലൂസ് എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പോൾ അത്രത്തോളം നോർമലി ഒന്ന് വലിയും. അപ്പോൾ നമുക്ക് ചെറിയൊരു ടൈറ്റ് കിട്ടുകയും ചെയ്യും. ഇത് കറക്റ്റ് ഫിറ്റ് അല്ല. നമ്മുടെ വാച്ചിൻ്റെ സ്ട്രാപ്പിൻ്റെ ഭാഗം വയ്ക്കണേൻ്റെ ഇപ്പുറം വരെയുള്ള ഒരു അളവ് വരെയാണ് ആ വ്യക്തിക്ക് വേണ്ട അളവാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അളവിലല്ല എടുത്തിരിക്കുന്നത്. ഇത് ആ പർട്ടിക്കുലർ പേഴ്സണിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. ഇവിടം തൊട്ട് ഇവിടം വരേക്ക് ജസ്റ്റ് മുട്ടുന്ന രീതിക്കുള്ള അളവ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കടത്തി വെക്കാനുള്ള അളവ് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അത് അത്രയ്ക്ക് അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മളിതിലേക്ക് ഇങ്ങനെ കടത്തി വെക്കാനുള്ള ആ ഒരു സ്പേസ് മാത്രമേ നമുക്ക് എടുക്കാത്തതുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതിന് എടുത്തിരിക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടുന്ന് ഒരളവ് ഇവിടെ നിന്ന് എടുത്തു, ജസ്റ്റ് അതേ അളവ് നിന്ന് ഇവിടേക്ക് എടുത്തു, 2 ഇരട്ടി പ്ലസ് നമുക്കൊരു കുറച്ചും കൂടി, മനസ്സിലായി? ഇങ്ങനെ നമ്മളിത് എടുത്തിരിക്കണം കേട്ടോ. നിങ്ങളുടെ ഇതേപോലത്തെ അലാസ്റ്റിക് എടുക്കണതിൻ്റെ നീളത്തിൻ്റെ 2 ഭാഗം പ്ലസ് ഒരു കുറച്ചും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഓവറായിട്ട് നമുക്കിങ്ങനെ നീളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ചുളുക്ക് വരും. അപ്പോൾ അതൊരു ഭംഗികേടാണ്. വളരെ കുറവ് ഞെറിയാണെങ്കിലും അതൊരു ഭംഗികേടാണ്. അപ്പോൾ അത് അത്രയ്ക്കും നമുക്ക് എടുത്താൽ മതി. പിന്നെ ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഇതുപോലെയാണ് പിടിക്കേണ്ടത് കേട്ടോ ഫ്രണ്ട്സ്. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റാണ്. ഇത് മാറ്റി വെച്ച ശേഷം ഈ സൈഡിൽ ഇതിപ്പോൾ 4 ഇഞ്ചിൽ തയ്ച്ച് പോരണം. തയ്ക്കാൻ തയ്യൽ മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ ഇവിടെ സൈഡിൽ തുന്നിയെടുത്താലും മതി. ഈ ഭാഗത്ത് നമുക്ക് തേരുവശം ആയതുകൊണ്ട് നമുക്ക് ഈ ഭാഗം മടക്കി വെച്ച ശേഷം നമുക്ക് ഇങ്ങനെ വെക്കേണ്ട ആവശ്യം വരില്ല. ഈ നിങ്ങളുടെ എടുത്തിരിക്കുന്ന മെറ്റീരിയലിൽ 2 വശത്തിൽ ഏതെങ്കിലും ഒരു വശം തേരുവശം ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ ഇതേപോലെ ഒന്ന് 4 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച ശേഷം ഇവിടെ തയ്ച്ച ശേഷം ഇങ്ങനെ തയ്ക്കാം. നല്ല വശമായിരിക്കണം കേട്ടോ ഉള്ളിലേക്ക് വരേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് നോക്കുക. അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ തയ്ച്ചു പോകും. ബാലൻസ് ഉള്ളത് നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒരു ലേശം നിർത്തിയിട്ട് ഒരു തുണ്ട് മാത്രം നിർത്തിയാൽ മതി. ഒരു 4 ഇഞ്ച് അതിനും കുറവ്. അപ്പോൾ 4 ഇഞ്ചിനും കുറവിന് ഒരു നൂലെന്ന് പറയാം, ഒരു പോയിന്റ്. അത് നിർത്തിയിട്ട് നമുക്കത് ഇതാക്കാം. 4 ഇഞ്ച് നിർത്തിക്കോട്ടോ, കുഴപ്പമൊന്നുള്ള കാര്യമല്ല. 4 ഇഞ്ച് നിർത്തിക്കോളൂ.
അത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു പിന്ന് വെച്ചിട്ട് നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇത് മറിച്ചിടണം. ആദ്യം മറിച്ചിട്ട ശേഷം വേണം നമുക്കിത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതോ അല്ലെങ്കിൽ ഒരു ഈർക്കിളിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നിവർത്തിയാൽ മതി. അയൺ ചെയ്യുന്നവർക്ക് അയൺ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ച് വന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഇതിങ്ങനെ സെൻറ്ററിലേക്ക് വരുന്ന ഈ ഒരു രീതിക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. സെൻറ്ററിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗം സ്റ്റിച്ച് കാണാത്ത രീതിയിൽ നല്ല ഫ്രണ്ട് ഭാഗത്തേക്ക്. ഇത് ഉൾസൈഡിലേക്ക് വരുന്ന ഭാഗമാക്കിയിട്ട് നമ്മൾ എടുക്കുക. അതിന് നടു സെൻറ്റർ ആക്കിയിട്ട് വെച്ചേക്കണം കേട്ടോ, നമ്മൾ തയ്ച്ചത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കടത്തി കൊടുക്കാം. അപ്പുറത്തേക്ക് നമ്മൾ ആക്കിയെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഇവിടം വരെ കുറച്ച് ദൂരം കയറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ എലാസ്റ്റിക് ഇവിടം വരെ എത്തി കഴിഞ്ഞു, അറ്റത്തേക്ക് കടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിന് ഇവിടെ പിടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു പിന്ന് കുത്തി കൊടുക്കുക. ഒന്നുകിൽ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പിന്നെ എന്തെങ്കിലും ഒന്ന് കുത്തി കൊടുക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് വീണ്ടും പണിയാവും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇത് വിട്ടുപോരില്ല. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കൂടി നമ്മൾ ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സൈഡിലൊന്ന് തയ്ച്ച് കൊടുക്കാം. രണ്ട് സൈഡ് ഇതേപോലെ തന്നെ തയ്ച്ച് കൊടുക്കാം. ഈ ഭാഗം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്, ഈ ഭാഗം ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മൾ ഈ ഞെറിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ രീതിക്ക് ആക്കിയെടുക്കണം. ഇതിൻ്റെ ഈ ഞെറിയൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ കണ്ടത് ഇതൊക്കെ സെൻറ്റർ ഭാഗത്ത് വന്നു, ഈ ഭാഗത്ത് അങ്ങനെ ആയിട്ടില്ല. അപ്പോൾ അത് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ശരിയാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇത് ഈ ചില സ്ട്രാപ്പൊക്കെ ഇങ്ങനെ അഴിക്കാൻ പറ്റില്ല, ഓൾറെഡി ഫിറ്റ് ആവും. അങ്ങനത്തെ ആകുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തെ അളവിനെ നമ്മൾ ഇത് ചെയ്യാം. ഇങ്ങനെ ഇത് മുൻവശത്ത് നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ടത് ആവുന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ എന്തെങ്കിലും വെച്ച് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇത് കടന്ന് വരുമ്പോൾ നമുക്കത് എടുക്കാൻ പറ്റാവുന്ന രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അങ്ങനെ ആക്കിയെടുത്താൽ മതി. പക്ഷെ അപ്പോൾ നമുക്ക് ആ ഭാഗത്തെ പ്ലീറ്റ്സൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പ്ലീറ്റ്സൊക്കെ ഒന്ന് ആ ഭാഗത്തുനിന്ന് ആദ്യം മാറ്റണം. ഓക്കെ, അങ്ങനെ പ്ലീറ്റ്സ് മാറ്റിയിട്ടുണ്ട്. പ്ലീറ്റ്സ് മാറ്റിയ ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ടു, ഇങ്ങനെ വെച്ചു. ഇനി ഇതേ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തയ്യൽ മെഷീനിൽ ഒന്നും ചെയ്യാനില്ല, ഇവിടെ ഹെമ്മിങ് തന്നെ ചെയ്യണം. അതിനാണ് പെർഫെക്ഷൻ ഉണ്ടാവുക. അതാണ് സ്ട്രോങ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ലൂസായിട്ടുള്ള ടൈപ്പ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് ഉള്ളിൽ നിന്ന് തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ ആയിട്ട് ഫിറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു ടൂളും അഴിഞ്ഞു പോവില്ല. അങ്ങനെ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ഇങ്ങനെ സൂചിയിൽ നൂല് പുറത്തെടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഉള്ളിലേക്ക് വയ്ക്കുക. നമ്മൾ ഈ ഒരു വസ്തു നിന്നാണ് നമ്മൾ ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യം മറക്കരുത്. ഉള്ളിലേക്ക് വരിക. എന്നിട്ട് ശേഷം എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ തുന്നി കൊടുക്കാം. ഇനി
നമ്മൾ അറിയണ പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് തുന്നാൻ അറിയണത് ആ രീതിക്ക് തുന്നി കൊടുത്താൽ മതി. പ്രത്യേകിച്ച് അങ്ങനെ ഇതിന് തുന്നാനതിൽ പ്രത്യേകതയൊന്നുമില്ല. ഇത് എങ്ങനെയൊക്കെ തുന്നി ഫിറ്റാക്കി എടുക്കാൻ പറ്റുന്നോ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇടയിൽ നിന്നൊക്കെ വെച്ചിട്ട് ഇപ്പുറത്തേക്ക് കടത്തിയിട്ടൊക്കെ തുന്നി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തുന്നിയെടുത്തിട്ടുണ്ട്. ഉള്ളിലേക്കാക്കി വരുന്ന രീതിയിൽ തുന്നി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പുറത്തെ ഭാഗം ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്കൂടെ വെച്ചിട്ട് വീണ്ടും ഒരു ടൂൾ വെച്ചിട്ട് പതുക്കെ അങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക അതേപോലെ തന്നെ. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പതുക്കെ തുന്നുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതുപോലെ കടത്തി വെച്ച ശേഷം നമ്മൾ ഈ എലാസ്റ്റിക്കിന് രണ്ട് ഭാഗത്തു നിന്ന് ഒന്ന് മറച്ചു കൊടുത്താൽ മതി. ഈ ഭാഗത്തു നിന്ന് എടുത്തിട്ട് ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ കടത്തി വെച്ചത്. ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇതിലേക്കൂടെയൊക്കെ ഇങ്ങനെ കടത്തി എടുത്ത ശേഷം ഇങ്ങനെ വെച്ച ശേഷം അതിനൊന്ന് തിരിച്ചു കൊടുത്താൽ ഇതുപോലെ കിട്ടും. നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ കുറച്ച് എളുപ്പത്തിന് കിട്ടും. കുറച്ച് മുമ്പ് നേരത്തെ കാണിച്ചു തന്നിരുന്നു എങ്ങനെ കടത്തി എടുക്കണ്ടേ എന്നുള്ള രീതിയിൽ. ആ പറഞ്ഞ ഭാഗം നോക്കിയാൽ മനസ്സിലാവും. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ആ എലാസ്റ്റിക്കിനെ ഒന്ന് മറിച്ചിടുന്നു. അങ്ങനെ മറിച്ചിടുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടുക. ഇതേപോലെ തുന്നാൻ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.